ഇത് മൂന്നാമത്തെ ആഴ്ചയിലെ പണിപ്പുര ടാസ്ക്കാണ് ഇപ്പോൾ നടന്നത്. ഓൾറെഡി ബിഗ് ബോസിനകത്ത് 2 ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെല്ലാം നമ്മുടെ ബിഗ് ബോസ് സ്പ്ലിറ്റ് ചെയ്ത് എ എന്നും ബി എന്നും 2 ഗ്രൂപ്പുകളാക്കി മാറ്റി. എ ഷാനവാസിൻ്റെ പേരിലൊരു ഗ്രൂപ്പും ബി അക്ബറുമാണ് ഗ്രൂപ്പിൻ്റെ നേതാക്കൾ. ഷാനവാസിൻ്റെ എ ഗ്രൂപ്പിൽ നൂറ, ഗിസേൽ, ഒനിയൻ, അപ്പാനി ശരത്ത്, ശൈത്യ, ബിന്നി, ശാരിക, രേണുസുതി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും അക്ബറിൻ്റെ ടീമിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് അവർക്ക് ഫുഡ് വെച്ചിട്ടുണ്ട്. ആ ഫുഡിനകത്ത് പിന്നെ കഴിക്കുന്ന ആൾക്കാരുടെ എക്സ്പ്രഷൻ അത് എമ്മിയാണോ എഗ്ഗാണോ എന്ന് പറയണം. അതായിരുന്നു ഫസ്റ്റത്തെ ടാസ്ക്. ആ ടാസ്കിനകത്ത് പിന്നെ ഷാനവാസിൻ്റെ ടീമാണ് വിജയിച്ചിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ടാസ്ക് കാട്ടിലെ മൃഗങ്ങളുടെ കുറേ ഫോട്ടോ വെച്ചിട്ട് വീട്ടിലുള്ള അംഗങ്ങൾ ചെന്നിട്ട് അവരുടെ സ്വഭാവം അനുസരിച്ച് ഓരോ മൃഗങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ഈ മൃഗങ്ങളുടെ പിക്ചറിന് പിന്നിൽ അവർ ഒളിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ടീം ഇങ്ങോട്ട് വന്നിട്ട് ഈ പിക്ചറിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആരൊക്കെയാണെന്ന് ഗസ് ചെയ്ത് പറയണം. അപ്പോൾ ആദ്യമേ അക്ബറിൻ്റെ ടീം ആണ് ഗസ് ചെയ്ത് പറയാൻ വന്നത്. പക്ഷെ അവർക്ക് 2 എണ്ണം മാത്രമേ പോയിൻ്റ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളൂ. എന്നാൽ രണ്ടാമത് വന്നത് ഷാനവാസിൻ്റെ ടീമാണ്. ഷാനവാസിൻ്റെ ടീം 4 എണ്ണം കറക്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ തവണ പണിപ്പുരയിൽ കയറുന്നതിനുള്ള ചാൻസ് ഷാനവാസിൻ്റെ നേതൃത്വത്തിലുള്ള എ ടീമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 പേരെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് പണിപ്പുരയിൽ കയറാനായിട്ട്. ഗിസേലിനെയും ബിന്നിയാണ് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.